ഞാൻ തേവി വെള്ളമൊക്കെ എന്റെ കണ്ടത്തിൽ നനഞ്ഞപ്പോ ഇനി നിന്നെ ആവശ്യമില്ല, തേവലുകാരന് ആവശ്യമില്ല. അത് മനസ്സിലായില്ല? എന്താ പറഞ്ഞു? ഈ കണ്ടത്തിലേക്ക് ഞാൻ വെള്ളം തേവി വിട്ടു. എല്ലാം കഴിഞ്ഞ് വെള്ളം എനിക്ക് മതിയായിപ്പോ ഞാൻ ആ ചെറടച്ചു. ഇനി തേവണാളും വേണ്ട, വെള്ളം വേണ്ട. മനസ്സിലായി? ഇപ്പൊ പറഞ്ഞു നിനക്ക് മനസ്സിലായി? ഇനി നിന്നെ ആവശ്യമില്ലാന്ന്. നിന്നെ ഒഴിവാക്കാൻ നോക്കിയിട്ട് കുറച്ച് നാളായി. അപ്പൊ നീ പിന്നെയും അവിടെ കിടക്കാം. ഇനി കിടന്ന് നീ വാങ്ങിച്ചു വെച്ചോ. ഇനി അവിടെ കിടന്നാലേ വാങ്ങിച്ചു വെച്ചോളാ. സമ്മതിച്ചാ? എത്ര പേരുണ്ട്? അവരും വേണ്ടിയില്ലാന്ന് നിനക്ക് വല്ലത് കുഴപ്പമുണ്ടോ? അത് തന്നെ ചോദിച്ചത്. അത് അവരല്ല നിശ്ചയിക്കണ്ടേ. നീ പ്രാർത്ഥന വെക്കണില്ലേ? ആ പ്രാർത്ഥന ഞാൻ കേട്ടിട്ട് ഞാൻ വഴി ഉണ്ടാക്കി തരാം. പോരെ? മനസ്സിലായില്ല? ആ ഉണ്ണിക്ക് പൂർണ്ണ സന്തോഷത്തോടു കൂടി പൂർത്തിയിരിക്കണ്ട. അതല്ലേ ശരി? അതെല്ലാ ബന്ധത്തിന് ബലമുള്ളൂ അല്ലേ? ഇനിയുള്ള കാലം 10 പേരറിയെ കൈപ്പിടിച്ച് തന്ന മരമാ. ഈ മരം ഉണങ്ങി മണ്ണിലേക്ക് ലയിക്കുന്നവരെ ഈ മരം കൊണ്ട് എനിക്ക് തണലേക്കുള്ളൂ എന്ന് നിശ്ചയിക്കണ്ടേ? ചില പെൺകുന്താ ഞാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായില്ലേ നിനക്ക്? ഈ പുരുഷനെ എനിക്ക് ഉണ്ടാവുള്ള ഒരു ചിന്ത വേണ്ടേ? ആ ഉണ്ണി വേറെ ചീത്തയായിട്ട് പോയി ഞാൻ പറഞ്ഞിട്ടില്ല. മനസ്സിലായില്ല? അപ്പൊ ആ ഒരു ചിന്ത ഏത് പെൺസന്താനങ്ങൾക്കും വേണമെന്ന് മനസ്സിലായില്ല? അത് തന്നെ ഞാനും പറഞ്ഞുള്ളൂ. ആ മരം വേണ്ടെന്നാ പറയണേ. മനസ്സിലായില്ല? ആ അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞു ഈ മരത്തിന് എനിക്ക് വേണ്ടാന്ന്. അപ്പൊ അതിനു വേണ്ടി പ്രവർത്തിക്കേണ്ട ഉണ്ണി, അതിനുവേണ്ടി പറഞ്ഞു കൊടുക്കാനും ചില ഉണ്ണികളുണ്ട്. മനസ്സിലായി? ഇപ്പൊ ഞാൻ തല്ലാൻ പറ്റില്ല എന്ന് വെച്ചിട്ടാ നിന്റെ ഉണ്ണിയല്ലേ? നീ കൈപ്പിടിച്ച് കഴിച്ചതല്ലേ? എനിക്ക് തല്ലാന്ന് അറിയാണ്ടല്ല. ഞാൻ വെടുപ്പായിട്ട് തല്ലുന്ന ഒരേ ഒരു കാര്യം ഞാനാ. ഞാൻ തല്ലിക്കഴിഞ്ഞാലേ അത് തല്ലല. ഞാൻ തല്ലാതിരിക്കുന്നറിയോ? നീ എൻ്റെ അടുത്ത് വന്ന് സങ്കടം പറഞ്ഞുകൊണ്ട് തല്ലാതിരിക്കും. ഒക്കോ ഞാൻ നേരെ തരാം. എൻ്റെ വെള്ളാട്ടാൻ വിളിക്കും. എന്താ ഇനി വരുമ്പോഴേ ആ പെൺസന്താനത്തിന്റെ ഒരു ചിത്രം കൊണ്ടുപോവാ, എന്റെ ആൺസന്താനത്തിന്റെ ഒരു ചിത്രം കൊണ്ടുപോവാ. വഴി ഞാൻ ഉണ്ടാക്കി തരാം. ആ വായു. അപ്പൊ ഞാൻ നേരെയാക്കി തരാം. നീ പൊക്കോ. അതിനൊന്ന് തല്ലണം നല്ലണം, അങ്ങനെ ശരിയാവും. ഞാൻ നിന്നോട് പറഞ്ഞു അച്ഛൻ്റെ ആലയത്തിൽ മുടക്കം കൂടാതെ കൊണ്ട് കൊടുക്കാൻ. അച്ഛൻ്റെ ആലയത്തിൽ മുടക്കം കൂടാതെ ഒരു കൂടത്തിന്റെ ഹാരം, ഒരു കുളത്തിന്റെ നീര്, ഒരു പാത്രത്തിന് മാതാവിനോട് ഒഴിഞ്ഞു കൊണ്ട് കൊടുക്കാൻ പറയാം. അതുപോലെ തന്നെ എല്ലാ ചൊവ്വാഴ്ചയിലും എൻ്റെ ചൂലക്കാരുടെ സ്ഥാനത്ത് ഒരു ഇളനീര് ആ ഉണ്ണിയെ സങ്കല്പിച്ച് കൊണ്ടുപോയി കൊടുക്കാം. മനസ്സിലാവണം? മൂലം നക്ഷത്രമല്ലേ? ആ ദശാതിടൊരു കുഴപ്പമുണ്ട്. വേറെ സന്ധ്യ സമയത്ത് ദിനം ഒരു വെള്ളി ഉഴിഞ്ഞു അവരുടെ ശരീരം ഒഴിച്ച് 2 നേരം വെള്ളിയിലേക്ക് ഇട്ട് വയ്ക്കാൻ പറ്റും. അപ്പൊ പിന്നെ കുഴപ്പമില്ല. ആ ഉന്നോട് വരാൻ പറയൂ. എന്നാലേ എനിക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റില്ല. ഞാൻ ചോദ്യങ്ങൾ ചോദിച്ചാൽ പറയൂ ഇല്ല. മനസ്സിലായി? പൊട്ടിത്തൂളി പോയി എന്താ കാര്യങ്ങളെന്ന് അറിയണ്ടേ? അപ്പൊ ആ ഉണ്ണിയോടൊന്ന് വരാൻ പറയും. ഞാൻ വഴി ഉണ്ടാക്കി തരാം. എന്റെ വെള്ളാട്ടിന് കൊണ്ടുവരൂ. അപ്പൊ ഞാൻ കാര്യം ചോദിക്കട്ടെ. അതായത് പെൺസന്താനങ്ങൾക്ക് 24 കുടുംബം അശുദ്ധി വരും. ആ അശുദ്ധി അടുത്ത മാസം അതേ ദിവസം വരണം. ഒരു ദിവസം മുമ്പാവാം. 5-6 ദിവസം അപ്പുറത്തേക്ക് പോയാലോ? അപ്പൊ നീ എന്താ വിചാരിക്ക? നീ പെറ്റപ്രസവം കഴിഞ്ഞ ആളല്ലേ? നിനക്ക് അതിന്റെ കാര്യം അറിയാലോ. അപ്പൊ എന്താ വിചാരിക്കാം? ഈ മാസക്കാലം അശുദ്ധിയായിട്ടില്ല, 6-7 ദിനായിട്ടും. അപ്പൊ എന്റെ ഉദരത്തിൽ വിത്ത് മുളയ്ക്കാറായി എന്നൊരു സന്ദേഹം വരില്ലേ? അങ്ങനെ നീ മനസ്സിൽ സന്തോഷിച്ച് ആർത്തുല്ലസിച്ചിരിക്കുന്ന സമയത്ത് 8ാമത്തെ ദിവസം അത് പോയി. അങ്ങനെ എത്ര വട്ടമുണ്ടായോ എന്ന് അറിയാൻ വേണ്ടിട്ടാ. അപ്പൊ അത് നിന്നോട് ചോദിച്ചാലില്ല, അതിന് ആ ഉന്നോട് തരാം. നീ പോ. ഞാൻ നീ നിന്റെ ദേശം എവിടെയാ? ദേശത്ത് നാഗസങ്കല്പമുള്ള ആലയം വന്നിട്ടുണ്ടെങ്കിൽ ഒരു പാലൊന്നും കൂടെ കർമ്മം കൊടുക്കാൻ പറയും. നീ നാഗത്തിനെ നിദ്രയിൽ കാണാറുണ്ടോ? സ്വപ്നത്തിൽ കാണാറുണ്ടോ? എന്തിനാ കാണണേ? അതെങ്ങനെ നല്ലതാ പൊട്ടയോ? മനസ്സിലായില്ല? സ്വർണ്ണവർണ്ണ നിറത്തിലുള്ള കറുത്ത നിറത്തിലുള്ളതാണോ ചോദിക്കുന്നത്? മനസ്സിലായില്ലേ? നാഗത്തിന് പല നിറങ്ങളുണ്ട്. വർണ്ണ നിറത്തിൽ കണ്ടു കഴിഞ്ഞാൽ നല്ലതാ. കറുത്തതും പുള്ളികളുള്ളതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പൊട്ടെ. അതുകൊണ്ടാ ചോദ്യം. നീ കണ്ടത് ഏതാണെന്നാ ചോദ്യം. അതെങ്ങനെയാ നീ കണ്ട? നിനക്ക് ഓർമ്മിക്കാൻ അത് തന്നെ ഞാനും ചോദിച്ചുള്ളൂ. അതന്നെ ഞാൻ ചോദിച്ചു. നീ അത് പറഞ്ഞു, അതൊക്കെ ശരിയാ. ഞാൻ ചോദിച്ചെന്താ അതിൽ കണ്ട നിറത്തിലേതാണെന്നാ ചോദിച്ചുള്ളൂ.
വാസസ്ഥാനത്ത് കൂടി എനിക്കൊരു വെള്ളിട്ട് വെക്കില്ല. എനിക്കൊരു കർമ്മം തന്നേക്കാം. അതുപോലെ തന്നെ അടുത്തെവിടെയോ അച്ഛനാലയത്തിലോ നാഗസങ്കല്പം മേക്കാട്ട് ആ സ്ഥാനത്തേക്ക് പോകാൻ പറ്റും. ഒരു കടലിക്കനി, ഒരു മഞ്ഞത്തൂൾ. മഞ്ഞത്തൂൾ നല്ലതായിരിക്കും. ഒരു പടല കടലിക്കനി, അതും നിന്റെ ശരീരം ഒഴിഞ്ഞ് നിന്റെ ഭവനത്തിൽ 4 ഭാഗത്തിരുന്നുള്ളു മണ്ണ്. ഈ കടലിക്കനി അതിന് ദീപം തെളിക്കുന്ന വസ്തു മനസ്സിലായില്ല. അവിടെ കത്തിക്കുന്നത് എന്താ? ആ നീര് അത് കൂടിക്കൊണ്ടുപോകും. എന്നിട്ട് പറയാം, എൻ്റെ ശരീര സംബന്ധമായിട്ട് ഞാൻ നിദ്ര കൊള്ളുന്ന നേരത്ത് എന്തെങ്കിലും പൊട്ടയായിട്ടുള്ള നാഗങ്ങളൊക്കെ ആണെങ്കിൽ അവരുടേതായ നിന്റെ മണ്ണിൽ കൂടി കടന്നു പോകുന്നുണ്ട്. വന്നിട്ടില്ല. ആ സ്ഥാനം ആരായിരുന്നു? നിന്റെ ആയിരുന്നു ആദ്യത്തെ മണ്ണ് അല്ലേ? അപ്പൊ ശരി. അപ്പൊ ഞാൻ കുട്ടിക്ക് വെച്ച് നോക്കുമ്പോ ശരിയാ. അവിടെ അതിന്റെ വടക്ക്, അതിന്റെ അപ്പുറത്തെ വടക്ക് വെളുപ്പിൽ എങ്ങനെ പാലുണ്ടാ? പാലക്കട എങ്ങനെ ഉണ്ടാ? അപ്പൊ അവരോട് ചേർന്ന മണ്ണല്ലേ അത്? അത് ചൂടുമ്പോഴേക്ക് പൊക്കോട്ടെ. അതിനോടനുബന്ധിച്ച് കിടക്കുന്ന മണ്ണല്ലേ? അതിനൊരു മണ്ണിലല്ലേ നിന്റെ തങ്ങിപ്പാർക്കണേ? അപ്പൊ അതിന്റെ 4 ഭാഗത്തിരുന്നുള്ള മണ്ണെടുത്തു അവരോട് മുടക്കം കൂടെ കണ്ട് വർഷത്തിൽ 2 തവണ 400 കൊടുക്കാൻ പറയാം. ഒന്നുകിൽ ആ ദേശത്ത് അച്ഛൻ്റെ ആലയത്തിൽ നാഗങ്ങളിൽ അവിടെ കൊടുക്കാൻ പറയാം, ഇല്ലെങ്കിൽ മേക്കാടുന്ന സ്ഥാനത്ത് കൊടുക്കാൻ പറയാം. മനസ്സിലാവും? അതുപോലെ അശുദ്ധിയായിട്ടുള്ള നീര് അല്ലെങ്കിൽ മത്സ്യമാംസാദികളൊക്കെ കഴിക്കാൻ നീര് ഒഴിക്കുമ്പോഴേ നോക്കിക്കൊള്ളാൻ പറയാം. മനസ്സിലായോ? പുറത്തേക്ക് ഒഴിക്കണ്ടെന്ന് പറയാം. ഏതാ അവർക്ക് കടന്നു പോണതാണ്. ഇനി അതിലെന്തെങ്കിലും ക്ഷതം സംഭവിച്ചിട്ട് അല്ലെങ്കിൽ അതുപോലെ തന്നെ നാഗങ്ങൾ കടന്നു പോകുന്ന മണ്ണിൽ എന്തെങ്കിലുമൊക്കെ ചതച്ചും കാഞ്ഞ് നീരൊഴിക്കണ്ടാണ്. ചിലവര് പറയും അത് കടന്നു പോകുന്നതല്ല, ഇനി വരാണ്ടിരിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ നീന്തളിക്കാൻ പറയും. പിന്നെ കത്തുന്നൊരു വസ്തുതേ അതൊക്കെ നന്നായിട്ട് ഒഴിച്ചു. അപ്പൊ പിന്നെ എന്താ നന്നാവട്ടെ, കുറച്ചുകൂടി ചെയ്യും. അപ്പൊ ശരിയാവും. അപ്പൊ പിന്നെ അതിന് നീ ഈ ഭൂമി മലയാളത്തിൽ അത് ഒഴിക്കരുതെന്ന് പറയാനാ. നീ ഒഴിച്ചതല്ല ഞാൻ പറഞ്ഞ, അത് ചെയ്യരുതെന്ന് പറയാനാ പറഞ്ഞ്. അത് അവരങ്ങോട്ട് കടന്നു പോട്ടെ. മനസ്സിലായില്ല? ദീപം തെളിയിക്കുമ്പോ 4 ദിക്കിലേക്കും തിരിഞ്ഞ് തിരുനേരം നിന്നിട്ട് പ്രാർത്ഥിച്ച് ഉമ്മറക്കോലയിൽ ദീപം വയ്ക്കാം. എന്നിട്ട് പറയാത് നിങ്ങളുടെ മണ്ണ, ഞങ്ങളിവിടെ തങ്ങിപ്പാർക്കാം. ഞങ്ങളെ കൊണ്ട് നിങ്ങൾക്കൊരു ശല്യം ഉണ്ടാവില്ല, നിങ്ങളെ കൊണ്ട് ഞങ്ങൾക്കൊരു ശല്യം ഉണ്ടാവില്ല. ഇത് മാത്രമേ അങ്ങനെ അവരോട് പറയാം. മനസ്സിലാവില്ല? 90 നാട് കുടുംബമാണെങ്കിൽ 60 നാട് കുടുംബം അവിടെ പോയി പാടുന്ന ഒരു വർഷത്തിൽ 3 തവണ അല്ലെങ്കിൽ ഒരു 4 തവണ മനസ്സിലാവോ കൊടുക്കാം. ഇത്രേ വേണ്ടു. ഇല്ലെങ്കിൽ അത് തന്നെ ഞാനും പറഞ്ഞു, നീ ഇതൊന്നും ചെയ്ത അങ്ങേര് കൂടി കൊണ്ടുപോയി. മനസ്സിലായില്ല? ആദ്യം അവിടെ അല്ല തങ്ങിപ്പോ, അതൊക്കെ മണ്ണതല്ലേ. എനിക്കൊന്നും അങ്ങോട്ട് കയറി വരാൻ പറ്റില്ല. ആ ഒരു കാര്യത്തിൽ ആള് ഞാനായിട്ട് വ്യത്യാസമുണ്ട്. എന്റെ കാടിക്ക് വരെ ചെല്ലാൻ പറ്റില്ല, പിന്നെ ചെല്ലാൻ പറ്റുന്ന എന്റെ അച്ഛനാണ്. മനസ്സിലാവണ്ട? എന്നുവെച്ചാൽ അച്ഛൻ്റെ കണ്ടത്തിൽ കിടക്കണോണ്ട്. അതാണ് ഞാൻ നിന്നോട് കണ്ടത് നല്ലതാണോ പൊട്ടയാണോന്ന് ചോദിച്ചാൽ തന്നില്ലേ. നിറത്തിന്റെ കാര്യം ചോദിച്ചത് മനസ്സിലായ? അപ്പൊ നീ അതൊന്നും ചെയ്തോ? 2 പേരുടെ പേരിൽ മുടക്കം കൂടാണ്ട് എനിക്കൊരു കർമ്മം തന്നു. മുടങ്ങരുത്, ഇത് മുടങ്ങരുത്. അതുപോലെ എല്ലാ തിങ്കളാഴ്ചയും അച്ഛൻ്റെ ആലയത്തിൽ ഒരു കുടം കൊണ്ട് നീ ഒരു കൂടത്തിന്റെ കാരം ഒരു പാത്രം നെയ്യ് അങ്ങേരെ ഒഴിഞ്ഞു കൊണ്ടുപോകും. എല്ലാ തിങ്കളാഴ്ചയും മുടങ്ങണ്ട. ഒരു ചെറിയ പാത്രം നെയ്യ് അങ്ങനെ ശരീരം ഒഴിഞ്ഞുകൊണ്ടാണ്. അത് കുറച്ച് നാളുകൊണ്ട് പോട്ടെ. ഇതൊന്നും കൊണ്ട് ആ മേക്കാട് സ്ഥലത്ത് കൊണ്ട് കൊടുത്തു. അപ്പൊ പാതിക്ക് മേലെ അപ്പൊ ഇനി വരുമ്പോ കൊണ്ടുപോവാ. ഞാൻ ചെന്ന് തല്ലിപ്പോ അവര് നിന്റെ അടുത്തേക്ക് വന്നു. അതുവരെ വന്നിരുന്നില്ല. അപ്പൊ നീ മുടങ്ങ കൂടാണ്ട് എനിക്ക് വെള്ളിട്ട് വെച്ചേക്കണം, പ്രവർത്തിച്ചേക്കണം. മതിയാ മതിയാ. അത് കഴിഞ്ഞിട്ട് എനിക്കറിയണ്ട. നീ എന്റെ അടുത്ത് വന്നപ്പോ അത്രയ്ക്കും വിഷയത്തിലെ വന്നേ. ഞാൻ നിനക്ക് തരാം, വെള്ളി തരാനുള്ള ഉണ്ണികൾ വരെ മാറി നിന്നു. ഇപ്പൊ ഓരോ ഉണ്ണികൾ നിന്നെ തേടി വന്നു. എങ്ങനെ ഞാൻ നിനക്ക് തരാനുള്ളത് തരാമെന്നും പറഞ്ഞു വന്നു ഇല്ലേ? അതുപോലെ തന്നെ നിന്റെ കർമ്മസ്ഥാനത്തിന് മണലാരണ്യത്തിന് കൊണ്ടുപോകാനും പറഞ്ഞു. ഇത്രയും വഴി തെളിച്ചെന്നത് ഞാനാ. ഇത്രയും വഴി തെളിച്ചെന്ന് ഞാനാ. കാര്യം നടന്നിട്ട് നീ എന്നെ മറന്നു കഴിഞ്ഞാ എനിക്കൊരു ശീലമുണ്ട്. അല്ല പറഞ്ഞതാ, എല്ലാ ഉണ്ണികളും അങ്ങനെ പറഞ്ഞിട്ടെന്നെ പോവാ. മനസ്സിലാവണ്ട? കാര്യം നടന്ന് വെള്ളിക്കഴിഞ്ഞാൽ കഴിഞ്ഞതൊക്കെ തീർന്നു. പിന്നെ എന്ത് ചാത്തല്ലേ? അങ്ങനെ ചില ഉണ്ണികൾക്ക് ദിച്ചുണ്ട്. നിന്റെ ദേശത്തൊന്നും ചിലപ്പോൾ ഞാൻ ഉണ്ടാവില്ല. ഞാനൊരു ഇട്ടവട്ടത്ത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ എല്ലാ ദേശത്തുണ്ട്.
ഏത് ഈ ഭൂമി മലയാളത്തിൽ എവിടെ ഞാനുണ്ട്, മനസ്സിലാവണ്ട. അപ്പൊ കാര്യം നടക്കുമ്പോൾ ചില ഉണ്ണികൾ എന്നെ മറക്കും. അയാൾക്ക് ഇപ്പൊ കിട്ടിയതിന് കൊടുക്കേണ്ട കാര്യമില്ല, മനസ്സിലായ. അപ്പൊ എനിക്കൊരു ശീലമുണ്ട്, ഞാൻ ഈ ഉണ്ണിയിലെന്ന് വരെ കണക്ക് പറഞ്ഞു വാങ്ങി. അപ്പൊ നീ അതിന് തീർപ്പാക്കിക്കോ, വന്നു ആ ഉണ്ണിയുടെ പൂർണ്ണ രൂപം കൊണ്ടുപോരെ, പോണ്ട ദിക്കെഴുതി കൊണ്ടുപോരെ, കാര്യങ്ങൾ പ്രവർത്തിച്ചാൽ ഞാൻ തരാം. അത് തന്നെ ഞാനും പറഞ്ഞു, നിന്നെ കൊണ്ടുപോകാൻ തന്നെ ഉണ്ണിയുടെ പൂർണ്ണ രൂപയിൽ കൊണ്ടുവരാൻ. ഇന്ന ദേശത്തേക്ക് ഇന്ന ഉണ്ണി സന്താനം ഇന്ന കർമ്മത്തിന് എന്നെ കൊണ്ടുപോകാൻ അങ്ങേരെ എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിച്ചതല്ല, അത് നിന്റെ ഇല്ലത്ത് വന്നപ്പോ നടന്ന. അതുപോലെ തന്നെ എനിക്ക് വെള്ളി തരാനും എന്നെ കബളിപ്പിച്ച് നടന്ന ഇത്രയും നേരം കാണുമ്പോൾ മുഖം തിരിച്ചു പോയ ഉണ്ണികള് ഇപ്പൊ എന്റെ അടുത്ത് വന്നിട്ട് വെള്ളി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഉപാധി ഉണ്ടാക്കി തരാം. ഇത്ര മാത്രമേ ഉള്ളൂ. അത് തന്നെ നിനക്ക് കിട്ടാനുള്ള വെള്ളിയുടെ കണക്കാ ഞാൻ പറഞ്ഞുള്ളൂ. അതൊക്കെ വാങ്ങിച്ച് ഞാൻ നിനക്ക് തരാമെന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. എന്റെ വാക്ക് ഞാൻ മറക്കില്ല, എന്റെ പ്രവൃത്തി ഞാൻ മറക്കില്ല. എന്നെ മറന്നാൽ അതിന്റെ അപ്പുറത്ത് പ്രവൃത്തി ഞാൻ ചെയ്യാനൊരു മടി ഉണ്ടാവില്ല. അതും പറഞ്ഞു വെച്ചു. ഉണ്ണിയെ നീ അത് കൊണ്ടുപോക്കോ. ഏതാ തന്നില്ല ഒരു പൊരുള്? അല്ല, അതിന് പോകുമ്പോൾ ഇത് കൊണ്ടുപോകാനാ പറഞ്ഞ. ഇത് കയ്യിൽ നിന്ന് ഒഴിയരുത്, മനസ്സിലാവണ്ട. നിനക്ക് കാറ് കടന്ന് പോകാനുള്ള എല്ലാ കടലാത്തുണ്ടും വന്നു കഴിഞ്ഞാൽ എന്റെ അടുത്ത് വരാം, അതൊന്നുകൂടി പുതുക്കി തരും. കൊണ്ടുപോക്കോ നീ. അതിനാണിത് കയ്യിൽ വെക്കാൻ പറഞ്ഞ, മനസ്സിലായില്ലേ? അത് കയ്യിലുണ്ടാവണം. ഇനി കാറ് കടന്ന് പോകുന്ന നേരം വരെ ആറ് കടന്ന് പോകുമ്പോ അത് ഞാൻ ഇന്ന് വേറെ തരും. ഇതിപ്പോ നിന്റെ കാര്യം നടക്കാൻ പൂജാതി കർമ്മം കഴിച്ച ഇനി അവിടെ ചെന്ന് കർമ്മം കിട്ടാനും വിദ്യക്കും വേണ്ടിയിട്ടുള്ള കാര്യത്തിനുള്ള അടുത്ത് തരാം, മനസ്സിലാവണ്ട. അപ്പൊ ഇത് നീക്കിൽ കളയും ഞാൻ, മനസ്സിലായോ? സമ്മതിച്ച?